الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. الصلاة والسلام على أشرف الأنبياء وسيد المرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരിമാരെ, പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കരുണ നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ ആമുഖമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. എന്നിരുന്നാലും ഇവിടെ വന്നപ്പോൾ വളരെ ആത്മബന്ധമുള്ള, ഹൃദയബന്ധമുള്ള പല മുഖങ്ങളെയും കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വളരെ സന്തോഷത്തോടുകൂടെ പ്രവേശിപ്പിച്ച് അവിടുത്തെ നിത്യവാസികളാകുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, നാളെ റബ്ബിൻ്റെ കോടതിയിൽ നന്മയും തിന്മയുമൊക്കെ വിചാരണ ചെയ്ത് നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന അവസരത്തിൽ ഈ ഒത്തുകൂടൽ ഉൾപ്പെടെ നമ്മുടെ എല്ലാ അമലു സ്വാലിഹാത്തുകളും വളരെ ഘനം തൂങ്ങുന്ന പുണ്യപ്രവൃത്തിയായിട്ട് പരിശുദ്ധനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. എന്നോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം പരലോകം നഷ്ടപ്പെടുന്ന വിശ്വാസ വൈകല്യങ്ങൾ എന്നുള്ളതാണ്. പരലോകം നഷ്ടപ്പെടുത്തുന്ന ഒട്ടേറെ വിശ്വാസ വൈകല്യങ്ങളും ആചാര വൈകൃതങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും ധാരാളമായിട്ടുണ്ട്. ഞാൻ 10 സംഗതികളാണ് ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ കാര്യവും നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ആദ്യമായിട്ട്, എന്തിനാണ് നമ്മൾ ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്? അത് നമ്മൾ മനസ്സിലാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള ആ സത്യസന്ദേശം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധനായ റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുക. അതിനാണ് മനുഷ്യരെ, അതുപോലെ തന്നെ ജിന്നുകളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്തുൽ ദാരിയാത്ത് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതിലെ 56-ാമത്തെ വചനം, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു ഖുർആൻ പറയാൻ, മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ അവർ എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം നമ്മൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ വേണ്ടി പാടൂ. അതാണ് നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തൗഹീദിന്റെ പ്രാധാന്യം നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ലോകത്ത് വന്നിട്ടുള്ള അംബിയ മുർസലീങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പ്രബോധനം ചെയ്തു വന്നിട്ടുള്ള വിഷയം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയ, അതിൻ്റെ 25-ാമത്തെ ആയത്ത് പരിശോധിക്കുക. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട എല്ലാ ദൈവദൂതന്മാരും അവർക്ക് നാം വഹീ നൽകി. എന്താണ് നൽകിയത്? ആരാധനക്ക് അർഹതയുള്ളവൻ ജല്ല ജലാലായ പടച്ച റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് അവർ എന്നെ ആരാധിക്കട്ടെ എന്നുള്ളത്. അപ്പൊ എല്ലാ അമ്പിയാക്കളും അതാ പ്രബോധനം ചെയ്തത്. ആ ഒരു ആശയം നമ്മുടെ പ്രസ്ഥാനം നിങ്ങൾ നോക്കൂ. തൗഹീദിന്റെ കാര്യത്തിൽ ഒരു കടുക് മണിയോളം വിട്ടുവീഴ്ചക്ക് തയ്യാറല്ല.
ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടേത്. എന്താണ് വിസ്ഡവും KNM മർക്കസു ദഅവയും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് സീഡിട്ടവർ മർക്കസു ദഅവയും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദർശം എന്ന് പറയുന്നത് 916 കാരറ്റ് സ്വർണം എന്ന് പറയുന്നത് പോലെ സംശുദ്ധമായിട്ടുള്ള തൗഹീദ്, ഏകദൈവ വിശ്വാസം, അതാണ് നമ്മുടെ മനസ്സിൽ, അതാണ് നമ്മുടെ ആദർശം എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, നബിയേ, ആരാ റസൂലുള്ളാഹ്? ലോകത്ത് അഷ്റഫുൽ ഖൽഖ്ന, അതായത് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി, ലോകത്ത് ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ എത്രയാള് ജനിച്ച് ജീവിച്ചു പോകുന്നു, അതിലേറ്റവും അത്യുന്നതനായ വ്യക്തി ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിനോട് പറയാൻ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബലിക ലഇൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, അങ്ങേക്കും അങ്ങയുടെ മുമ്പുള്ള ആളുകൾക്കും വഹി നൽകിയിരിക്കുന്നു, അങ്ങെങ്ങാനും ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ അങ്ങയുടെ അമലുകൾ പൊളിഞ്ഞു പോകും. എന്തൊക്കെ അമല പൊളിഞ്ഞു പോകുക? ഹജ്ജ്, അതുപോലെ ഉംറ, രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിച്ചത്, പാവങ്ങൾക്ക് ദാനം ധർമ്മം നമ്മൾ ചെയ്യുന്നത് പോലെയല്ല. റസൂലുള്ളാഹിക്ക് ദാനം ധർമ്മമൊക്കെ ചെയ്യാം. ഒരിക്കൽ ആടിനെ അറുത്തല്ലോ, ഒരിക്കലല്ല, ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹിന്റെ വീട്ടിൽ പലപ്പോഴും ഇതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്താണ് ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു പുറക് അല്ലെങ്കിൽ ഒരു കാലിൻ്റെ ഭാഗം, ആടിനെ അറുത്താൽ അതിൻ്റെ കാലെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വളരെ നിസ്സാരമാണ്. ഒരു 10 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10ഓ 12ഓ ആടിൻ്റെ കാല് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും, ഗൾഫിലൊക്കെ. അപ്പോൾ അങ്ങനെ നിസ്സാരമായ ഒന്നാണ്. അപ്പം അതാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞു. അപ്പം നബി തിരുത്തി, അതല്ല, എന്താണോ കൊടുത്തത് അതാണ് ബാക്കിയുള്ളത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അതായത് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അയൽവാസികൾക്ക്, ബന്ധുക്കൾക്ക്, പാവങ്ങൾക്ക് ഒക്കെ നൽകുന്ന രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അങ്ങനെ ദാനം ചെയ്തതൊക്കെ പൊളിഞ്ഞു പോകും. എന്തുണ്ടെങ്കിൽ? ഷിർക്കുണ്ടെങ്കിൽ, ബഹുദൈവ വിശ്വാസമുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന സമർപ്പിച്ചാൽ, അപ്പൊ ഷിർക്കിന്റെ അപകടം മനസ്സിലായല്ലോ, തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ശുദ്ധമായ തൗഹീദ് ഉണ്ടെങ്കിലേ സ്വർഗ്ഗം ലഭിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിൽ പോലും, ഇപ്പോ ഈ നമ്മൾ ഹൗസ് വാമിംഗ് എന്ന് പറയുന്നത്, പുതിയ വീട്ടിലേക്കുള്ള മാറി താമസം. പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും ഒട്ടേറെ അനാചാരങ്ങളുണ്ട്. ചില ആളുകൾക്ക് എന്ത് ചെയ്യുന്നറിയാം, 4 ഭാഗത്തും പോയി ബാങ്ക് കൊടുക്കും. ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു ആടിനെയോ മൂരിയെയോ അറക്കും. അത് ജിന്നിന് വേണ്ടിയാണ്. എന്തിനാണ് ജിന്നിന് വേണ്ടി അറക്കുന്നത്? ജിന്നെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഉപദ്രവം ഇല്ലാതിരിക്കാൻ. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക? പാല് കാച്ചൽ. ഈ പാല് കാച്ചൽ ഇപ്പൊ നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ പറയും, ഇന്ന ദിവസമാണ് പാല് കാച്ചലിന്. ഈ പാല് കാച്ചൽ എന്താണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അത് ഹൈന്ദവ വിശ്വാസമാണ്, ഹൈന്ദവ ആചാരമാണ്. ഹിന്ദു സമൂഹത്തിൽ ഗണപതി ഹോമം എന്ന് പറയും. ഗണപതി ഹോമം കഴിഞ്ഞ് ആ ഹോമകുണ്ടത്തിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ അവിടെ തീയൊക്കെ കത്തിച്ച് അതിലെറിഞ്ഞ് അതിനെ പൂജിച്ച് ആ ഹോമകുണ്ടത്തിൽ നിന്നുള്ള അഗ്നി അതെടുത്തിട്ടാണ് ഈ പുതിയ വീട്ടിൽ പാല് കാച്ച്, ആ തീ കൊണ്ടാണ്. എന്നിട്ട് അതിനൊക്കെ ഒരുപാട് നിബന്ധനകളുണ്ട്. ഗൃഹനാഥ എന്ന് പറഞ്ഞ ആ വീട്ടില് ഉമ്മ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുടുംബിനി അവരെന്ത് ചെയ്യണം? ഇടത് കാല് വെച്ചും ഭർത്താവ് അല്ലെങ്കിൽ കുടുംബനാഥൻ വലത് കാല് വെച്ചും കയറണം. എന്നിട്ട് രണ്ടുപേരും ഈ പശുവിൻ്റെ പാലായിരിക്കണം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാല് പറ്റില്ല, പാക്കറ്റ് പാല്. അത് വെക്കുകയാണ്. എങ്ങനെ വെക്കണം? മൺകലത്തിൽ വെക്കണം. അതാണ് അതിൻ്റെ ഒറിജിനൽ വിശ്വാസം. എന്നിട്ട് വെച്ചിട്ട് ആ പാലിങ്ങനെ തിളച്ച് മറിയണം എന്നുള്ളതാണ്.
ഈ പാലൊക്കെ വെക്കുമ്പോൾ ഈ സ്ത്രീയുടെ മുഖം കിഴക്കോട്ടായിരിക്കണം എന്നാണ്. കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ അവിടെ, മനസ്സിലായില്ലേ? അങ്ങനെ എന്നിട്ട് പാലിങ്ങോട്ട് തിളച്ച് മറിഞ്ഞ് ആ പാല് ചെയ്യണം, അഗ്നിയിലേക്ക് വീഴണം. എന്നാലാണ് അഗ്നിദേവന് നിർവൃതി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അഗ്നിദേവൻ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം അഗ്നിയുള്ളത് കൊണ്ടാണ് അന്നമുണ്ടാകുന്നത്. അന്നമുണ്ടെങ്കിലേ വിഷപ്പടക്കാൻ കഴിയൂ. അപ്പൊ വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെ പാല് കാച്ചണമെന്നാണ്. ഈ ആചാരമാണ് മുസ്ലിം സമൂഹം. എന്തുകൊണ്ട് നമുക്ക് ആദ്യം ബിരിയാണി വെച്ചുകൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറെന്തെങ്കിലും സംഭവം വെച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മൾ അതിരാവിലെ തന്നെ ഇത് ചെയ്യുന്നു? വേറെ സമയത്ത് ചെയ്തുകൂടെ? അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വിശ്വാസ ദുരാചാരങ്ങള് ഒഴിവാക്കിക്കൊണ്ട് നേരായ വഴിയിലേക്ക് വരണം. അല്ലെങ്കിൽ പുതിയ ചിന്തകളും പുതിയ കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ചില ഭാഗത്ത് പറയുന്നത് തിളച്ച് മറിയാത്തതിന് പകരം 3 ടീസ്പൂൺ ഇതെന്ന് പാലെടുത്തിട്ട്, തിളച്ച പാലെടുത്തിട്ട് അഗ്നിയിലേക്ക് ചൊരിയണം. എന്നാലും അഗ്നിദേവനെ സേവിക്കാം, പൂജിക്കാം എന്നുള്ളതാണ്, തൃപ്തിപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോ ആ ഒരു ആചാരം അതെന്താണ്? നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന സംഗതിയാണ്. അതൊന്നും നമ്മൾ ചെയ്തുകൂടാ, അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ കുടുംബത്തിൽ പറയണം. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടില് കണ്ടാൽ മൗലവി എന്ന് വിചാരിക്കുന്നു. ആരാ മൗലവി എന്ന് പറയുന്നത്? അള്ളാഹിന്റെ കിതാബ്, ഖുർആനൊക്കെ പഠിച്ച, ഹദീസൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ. അവര് വന്ന് പറയാണ്, എന്താ പറയുന്നത്? നിങ്ങള്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, നമുക്ക് ആരോടും വിഷമല്ല. ഇവിടെ ജലീൽ മാഷ് കുറെ പ്രസംഗിച്ചല്ലോ, അതിൽ പറയണ്ടായി നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവ സഹോദരങ്ങളോടുള്ളത്. നമ്മൾ ഹൈന്ദവരായ ആളുകളെ കണ്ടാൽ പുഞ്ചിരിക്കുന്നു, സ്നേഹാന്വേഷണങ്ങൾ പറയണം. അവർ മനുഷ്യരാണല്ലോ. അവർ ഖുർആൻ എന്താ പറയുന്നത്? 17-ാം അധ്യായത്തിൽ കാണാം, സൂറത്തുൽ ഇസ്രായിൽ, വലഖദ് കർറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. അള്ളാഹ് ആദരിച്ചിട്ടുണ്ട് അവരെ. അത് കാളിയായാലും രാധാകൃഷ്ണനാണെങ്കിലും തോമസ് ആണെങ്കിലും. പിന്നെ എന്തിനാ നമ്മൾ അവരോട് വെറുപ്പ് കാണിക്കണേ? അപ്പൊ അവരോട് പോലും വെറുപ്പില്ല, പിന്നെ എന്തിനാ നമുക്ക് ഈ വിസ്ഡം അതുപോലുള്ള ആളുകളോട് വെറുപ്പില്ല. പക്ഷേ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം. ഇവിടുത്തെ ഈ വിസ്ഡം സീഡിയിട്ടവർ ആളുകൾ എന്താ പറഞ്ഞതെങ്കിൽ, ഒരാള് ആണാവട്ടെ പെണ്ണാകട്ടെ മരുഭൂമിയിലൂടെ നടന്നു പോകുകയാണ്, വിജനമായ പ്രദേശം, ജനങ്ങളൊന്നുമില്ല. അപ്പോ അയാൾക്ക് വഴിയറിയാതെ കുടുങ്ങി നിൽക്കുകയാണ്. അപ്പൊ അയാൾ എന്ത് ചെയ്യണം? ജിന്നിനെയും മലക്കിനെയും ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ ദാസന്മാരെ, അഈനൂനി, നിങ്ങൾ എന്നെ സഹായിക്കണം. ആരോടാണ്? ജിന്നിനോടും മലക്കിനോടൊക്കെ സഹായം തേടാനാണ്. ഇത് അറബി ഗൾഫ് നാടുകളിലൊക്കെ കിതാബിലുണ്ട്. ഇത് നമ്മുടെ മണ്ണാർക്കാടും ചരക്കൽപ്പടിയും പാലക്കാടും ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലൊക്കെ പ്രസംഗിച്ചു പല ആളുകളും. നിങ്ങൾ ആലോചിക്കണം, ശുദ്ധമായ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ ഇതാരുടെ രീതിയാണ്? ഇത് മക്കത്തെ മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. മക്കത്തെ മുശ്രിക്കുകൾ, നിങ്ങൾ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 56-ാമത്തെ ആയത്ത്, എന്താണ് ആയത്ത്? ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫദുർരി അൻകും വലാ തഹ്വീല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ആളുകളുണ്ടല്ലോ, ശക്തികളുണ്ടല്ലോ, അവരെ വിളിച്ച് നിങ്ങൾ തേടുക. അവരെന്തില്ല, ഒരു മാറ്റവും നിങ്ങളുടെ അസുഖങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, അതൊന്നും മാറ്റം വരുത്താൻ അവർക്ക് കഴിയില്ല. ഖുർആന പറയുന്നത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം അബൂ ജഅഫർ തിബിരി ഹിജ്റ 310 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്, കാനൂ യഅബ്ദൂനൽ മലായികത വഉസൈറൻ വൽ മസീഹ വബഅദുഹും കാനൂ യഅബ്ദൂന നഫറൻ മിനൽ ജിൻ. അവർ മലക്കുകളോടും ജിന്നുകളോടും ഉസൈർ അലൈഹിസ്സലാമയോടും ഈസാ മസീഹിനോടും ഒക്കെ ഇബാദത്ത് നടത്താറുണ്ടായിരുന്നു. അത് പാടില്ല എന്ന് തിരുത്തുന്ന ആയത്താണത് എന്നാണ് ഇമാം തൊബരി എഴുതിയിട്ടുള്ളത്. അപ്പൊ ജിന്നുകളോടുള്ള തേട്ടം മക്കത്തെ മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു. അത് പാടില്ല എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയിലെ ആധികാരിക ഫത്വ ബോർഡായിട്ടുള്ള അൽ ലജ്നത്തു ദായിമ അവർ പറയാ, അൽ ഇസ്തിആനതു ബിൽ ജിന്നി വൽ ലുജൂഇ ഇലൈഹിം, ജിന്നുകളോട് സഹായം തേടുക, അവരിലേക്ക് അഭയം പ്രാപിക്കുക. എന്തിന്? ഫീ ഖളായിൽ ഹാജാത്ത്, നമ്മുടെ ഹാജത്തുകൾ നിറവേറാൻ.
അതുപോലെ പിന്നെ ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ജിന്നുകളോട് സഹായം തേടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഗുണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ എന്താണ്? ഷിർകുൻ ഫിൽ ഇബാദ, ആരാധനയുള്ള ഷിർക്കാകുന്നു, ബഹുദൈവ വിശ്വാസമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജിന്നുകളോട് സഹായതേട്ടം എന്നുള്ളത് ഷിർക്കാണ്. ഇതാണ് നമ്മുടെ സഹോദരങ്ങൾ പറഞ്ഞത്. മനസ്സിലായി നമ്മൾ അവർ തമ്മിലുള്ള വ്യത്യാസം? ചില ആളുകൾക്ക് സംശയം, നമ്മൾ എന്തിനാപ്പോ കുറച്ച് ആളുകൾ വേറെ പള്ളി, വേറെ സംഘടന, വേറെ സമ്മേളനം, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. കലർപ്പില്ലാത്ത തൗഹീദ് നിങ്ങൾക്ക് വേണോ? സ്വർഗത്തിലേക്ക് നേരെ പ്രവേശിക്കണമോ? ശുദ്ധമായ തൗഹീദ് വേണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയില്ലേ? ഒരു ബിരിയാണി ചെമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നല്ല മണങ്ങനെ വരികയാണ് അത് പൊട്ടിച്ചാൽ, പക്ഷെ അതിലല്പം വിഷമൊക്കെ എന്തായിരിക്കും അവസ്ഥ? ആരെങ്കിലും കഴിക്കോ, കുടിക്കോ, അല്ലെങ്കിൽ തിന്നോ? ഇല്ല. അതുപോലെ ആയിരിക്കും. അതാണ് നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ പറയാൻ സൂറത്തുൽ ജിന്നിലെ 6-ാമത്തെ ആയത്ത്, വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി, തീർച്ചയായും മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് അഭയം തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖ, അതവർക്ക് അഹങ്കാരം വർദ്ധിപ്പിച്ചു. ഖുർആൻ പറയാം, അതൊക്കെ മക്ക മുശ്രിക്കുകളുടെ നടപടിയാണ്, അത് പാടില്ല, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് അത് ചെയ്യരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ആളുകളോ ജിന്നിനോട് സഹായം തേടാം. എന്തൊക്കെ പറഞ്ഞത്? നിങ്ങൾ ജർമ്മനിയിൽ നിന്ന് മരുന്നങ്ങോട്ട് കൊണ്ടുവരും, എന്തൊക്കെയോ പറയുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധനായ ജലാലായ റബ്ബിനോട് മാത്രം നമുക്ക് കണ്ണ് തന്ന, കാത് തന്ന, ഹൃദയം തന്ന, ജീവൻ തന്ന, ആകാശഭൂമികൾ സൃഷ്ടിച്ച റബ്ബിനോട് മാത്രം. നിങ്ങൾക്കൊരു 10 കോടി ഒരാൾ തരികയാണ്, വേണ്ട, ഒരു ജ്വല്ലറി നിങ്ങൾക്കാണ് തരികയാണ്, നിങ്ങൾ ഒരിക്കലും ജിന്നിനോട് ദുആ ചെയ്യരുത്, ജിന്നിനോട് സഹായം ചെയ്യരുത്, സഹായം ചോദിക്കരുത്. നമ്മൾ തൗഹീദിൽ അടിയുറച്ച് നിൽക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിലോ ആഖിറത്ത് കുളമാകും, ഉഖ്റവിയായ ലോകത്ത് നിങ്ങൾക്ക് വിജയമുണ്ടാവുകയില്ല. അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിച്ചാൽ. 3-ാമത്തെ വിഷയം മാരണം എന്നുള്ളതാണ്. മാരണം, ആഭിചാരം, കൂടോത്രം എന്നൊക്കെ പറയും. അതിന് അറബിയിൽ പറയുക സിഹിർ എന്നാണ്. സിഹിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 8 അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ മേജിക്കിന് സിഹിർ എന്ന് പറയും, കൺകെട്ടിന് സിഹിർ എന്ന് പറയും, മായാജാലത്തിന് സിഹിർ എന്ന് പറയും, അതുപോലെ കൂടോത്രം, ആഭിചാരത്തിനൊക്കെ സിഹിർ എന്ന് പറയും. ഇപ്പൊ മേജിക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്കൂളിലൊക്കെ മേജിക്ക് വരും, ആ മേജിക്ക് അവതരിപ്പിക്കും. ചിലപ്പോൾ ഇങ്ങനെ ഒരു കടലാസൊക്കെ ചുരുട്ടിയിട്ട് പെട്ടെന്ന് നോട്ടായിട്ട് എടുക്കും. എന്തെങ്കിലും ഒരു റോളിൽ ഒരു തുണിയൊക്കെ കയറ്റിയിട്ട് പിന്നെ കാണാൻ ഒരു പക്ഷി വരുന്നത്. അതൊക്കെ എന്താണ്? മാജിക്കാണ്. അതിന് സിഹിർ എന്ന് പറയുമെങ്കിലും അതെന്താണ്? പരിശീലനത്തോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമും അതുപോലെ ഫിർഔനിന്റെ മായാജാലക്കാരൻ നടന്നിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എന്താണ്? കൺകെട്ട് വിദ്യയാണ്, മായാജാലമാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നൊരു സിഹിറുണ്ട്, അതിന് കൂടോത്രം, ആഭിചാരം. അതെന്താണെന്നെങ്കിൽ ശ്രദ്ധിക്കുക, കോഴിമുട്ട അതിലിങ്ങനെ കള്ളികൾ വരച്ചിട്ട് ചില പ്രത്യേക അറബി അക്ഷരങ്ങൾ എഴുതി, ചിലപ്പോൾ കുതൂബ് ജദ് എന്നൊക്കെ ആയിരിക്കും. അതുപോലെ നാളികേരം, അതിൽ കള്ളി വരച്ച് അതിൽ ചില പ്രത്യേക അക്ഷരങ്ങൾ എഴുതിയിട്ട്, അതുപോലെ തന്നെ കോഴിത്തല, ആട്ടിൻ തല, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അലറിപ്പൂവും ചെറുപഴവും അരിയും മലരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില മന്ത്രങ്ങളും മറ്റൊക്കെ ജപിച്ചുകൊണ്ട് പിശാചിനെ സേവിച്ച് ഗൂഢമായ മാർഗത്തിലൂടെ, നമുക്കറിയാൻ പറ്റാത്ത മാർഗത്തിലൂടെ എന്ത് ചെയ്യാണ്? പിശാചിനെ പൂജിച്ച് ഈ മന്ത്രവാദി അല്ലെങ്കിൽ തങ്ങൾ അല്ലെങ്കിൽ മുസ്ലിയാർ അയാൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപകാരം ചെയ്യും എന്നാണ് ഈ സിഹിറിന്റെ വിശ്വാസം. അങ്ങനെ കുറേ ആളുകൾ ഈ തങ്ങന്മാരും മുസ്ലിയാക്കന്മാരും പണിക്കന്മാരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണ് കുറേയൊക്കെ മാറ്റം വന്നത്? നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ് ഉണ്ടായിരുന്നത്? ഈ ഒരുപാട് അന്ധവിശ്വാസമല്ലേ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നത്. ഇപ്പതാ ഇവിടെ അൽഹംദുലില്ലാ ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഈ മൊയ്ദ് മൗലവി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിരുന്നു അദ്ദേഹം മുജാഹിദായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഒരു 10-15 കൊല്ലമൊക്കെ ആയി. അദ്ദേഹം ഒരു 100 വയസ്സൊക്കെയായിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്.
അതിലദ്ദേഹം എഴുതുന്നുണ്ട്, ഒരു നൂറ്റാണ്ടൊക്കെ മുമ്പ് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താ പറയുന്നത്, ഭർത്താവിൻ്റെ പേര് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ത്വലാഖ് സംഭവിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോസ്റ്റ്മാൻ വന്നപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് നൂറുദ്ദീൻ എന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സ്ത്രീക്ക് പറയാൻ മടി, പറഞ്ഞു പോയാൽ വിവാഹമോചനം സംഭവിക്കും. അപ്പോൾ 100 കൂട്ടണം ദീൻ എന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചതെന്നാ ഇപ്പോഴും ആ പുസ്തകത്തിലുള്ള കാര്യം. ഇതായിരുന്നു മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. നിങ്ങൾ നോക്കൂ, ചികിത്സക്ക് പോകൂല. എന്താ ചെയ്തിരുന്നത്? നൂലൂതുക, ഐക്കല്ല് കെട്ടുക, ഏലസ് കെട്ടുക, ഇതൊക്കെയായിരുന്നു. അതുകൊണ്ടാണല്ലോ KNMന്റെ ഭരണഘടന ഉണ്ടല്ലോ. ഈ ഭരണഘടനയിൽ തൗഹീദ് പ്രചരിപ്പിക്കുക, ഖുർആൻ പ്രചരിപ്പിക്കുക, സുന്നത്ത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെയോ 6-ാമത്തെയോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നയന്താരങ്ങളിൽ ആതുരാലയങ്ങൾ, ആശുപത്രികൾ സ്ഥാപിക്കുക എന്നാണ്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭരണഘടന എടുത്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ്? ആളുകൾ ചികിത്സക്ക് പോകില്ല, വെറും മന്ത്രം മൂല്യരെടുത്ത് പോവുക, ഓമാനൂർക്ക് നേർച്ച ചെയ്യുക, ഇതൊക്കെ ആയിരുന്നു. പിഞ്ഞാണത്തിൽ എഴുതുക, അങ്ങനത്തെ ഒരുപാട് സംഭവം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ മന്ത്രം മാരണവും കൂടൊക്കെ നമ്മൾ നടത്തിയിരുന്നു. ഇവിടെ ആളുകൾ നടത്തിയിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിലും അത് ശിർക്കൽ വിശ്വാസ. നിങ്ങൾ രേഖപ്പെടുത്തി വെച്ചോളൂ. പരിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ അതിന്റെ 51-ാമത്തെ ആയത്ത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊരു സമസ്തക്കാരായിട്ട് ഒരു സ്ത്രീയോട് സംസാരിച്ചാൽ അവർ ഈ ദിക്ർ ഹൽക്കും അതുപോലുള്ള മജ്ലിസിക്കൊക്കെ പോയിട്ട് അവർ ബദരീങ്ങളോട് സഹായം തേടാം എന്നുള്ളതിനൊക്കെ തെളിവ് പറയും. ചില സ്ത്രീകൾ അങ്ങനെയാണ്. ഈ സമസ്തക്കാരങ്ങനെ മോശമാണെന്ന് വിചാരിക്കണ്ട. ഈ പട്ടാമ്പിയിലുള്ള ഒരു സ്ത്രീ അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ അവരെ അവിടുത്തെ ഇങ്ങനെ കുറേ മൗലൂദും അതുപോലെ അവരതിന് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, അല്ല അവർക്ക് അന്ന് കൊടുത്ത കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന് ന്യായീകരിക്കണം. മുസ്ലിയാക്കന്മാരെ പറയുന്നത് കേട്ടിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? മാരണം അല്ലെങ്കിൽ കൂടോത്രം അതിൽ വിശ്വസിക്കാന്നുള്ളത് മുസ്ലിങ്ങളുടെ വിശ്വാസമാണോ, ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണോ, ജൂതന്മാരുടെ വിശ്വാസമാണോ എന്ന് ഖുർആന് കൊണ്ട് പറയാണ് ഞാൻ. 1 സൂറത്തുൻ നിസായിലെ അഥവാ 4-ാം അധ്യായത്തിലെ 51-ാമത്തെ ആയത്ത്, അലം തറ ഇലല്ലദീന ഉതൂ നസീബം മിനൽ കിതാബ് യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ഈ ആയത്തുകൾ നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അതിന്റെ അർത്ഥം വായിക്കാം. അലം തറ ഇലല്ലദീന ഉതൂ നസീബം മിനൽ കിതാബ്, വേദത്തിൽ നിന്ന് ഒരു അംശം നൽകപ്പെട്ടവരിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവർ യുഅ്മിനൂന വിശ്വസിക്കുന്നു, ബിൽ ജിബ്തി ജിബ്തിൽ വിശ്വസിക്കുന്നതാണ്. എന്താ ഈ ജിബ്ത് എന്ന് പറഞ്ഞ അർത്ഥം? ജിബ്ത് എന്ന് പറഞ്ഞാൽ മാരണം, കൂടോത്രം എന്ന അർത്ഥം. അതാരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതാണോ? KNM മർക്കസ് ദേവ് പറഞ്ഞതാണോ? അല്ല, മറിച്ച് 2-ാം ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ അൽ ജിബ്തു അസ്സിഹ്റു, ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹ്റാണ്. അപ്പോൾ യുഅ്മിനൂന ബിൽ ജിബ്തി എന്ന സിഹ്റിൽ വിശ്വസിക്കുന്നതാണ്. ഈ വേദം നൽകപ്പെട്ടവരാരാ? ജൂത ക്രിസ്ത്യാനികൾ. അപ്പൊ ജൂത ക്രിസ്ത്യാനികളുടെ വിശ്വാസമാണെന്ത്? മാരണത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അത് മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ വിശ്വാസമല്ല, സ്വർഗം കിട്ടുന്ന ആളുകളുടെ വിശ്വാസമല്ല. എന്നിട്ട് നമ്മുടെ സീഡിട്ടവർക്കാരും വിദ്യക്കാരും എന്താ പറയുന്നത്? മാരണം ഫലിക്കുമെന്ന് വിശ്വസിച്ചാലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താവൂ. നമുക്കെന്താ പറയാനുള്ളത്? അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല, അത് ഖുർആനിന്റെ അനുയായികളുടെ വിശ്വാസമല്ല, അത് സ്വർഗാവകാശികളുടെ വിശ്വാസമല്ല. ആരുടെ വിശ്വാസമാണ്? ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസമാണ്. മനസ്സിലായല്ലോ ആയിട്ട്? ഇനി ഉമർ ഫാറൂഖ് റളിയല്ലാഹു മാത്രമല്ല പറയുന്നത്, കേട്ടോളൂ. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി, അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പേര് തഫ്സീറുൽ ഖുർആനിൽ അളീം എന്നാണ്. ഹിജ്റ 774-ലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തഫ്സീർ വളരെ പ്രസിദ്ധമാണ്. കാരണം എന്താ പറയുക? അതിലധികവും ഖുർആന് കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ച്, പിന്നെ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിച്ച്, അങ്ങനെയുള്ള ഏറെക്കുറെ നല്ലൊരു തഫ്സീറാണ്. അതിൽ പറയാണ്,
വഹകദാ റുവിയ അൻ ഇബ്നു അബ്ബാസ് വഅബുൽ ആലിയ വമുജാഹിദ് വഅത്വാ വഇക്രിമ വസഈദ് ഇബ്നു ജുബൈർ വശഅബി വൽഹസൻ വല്ലഹാഖ് വസുദ്ദി. ഈ പറഞ്ഞ സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഇവരുടെ ഒക്കെ അഭിപ്രായമാണെന്ന് ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹ്റാണ്. അഥവാ ജൂത ക്രിസ്ത്യാനികൾ സിഹ്റിൽ വിശ്വസിച്ചിരുന്നു, കൂടോത്രത്തിൽ വിശ്വസിച്ചിരുന്നു. അത് വിശ്വസിക്കാൻ ഇവർ നമ്മളോട് പറയുന്നത് നമ്മളത് ഒരിക്കലും അംഗീകരിക്കൂല. ഇനി മറ്റൊരായത്തങ്ങൾ നോക്കൂ. ഇവരെന്താ പറയുന്നത്? ഇവർ പറയുന്നു ഈ പിശാചിനെ പൂജിച്ചാൽ ആ പിശാച് മന്ത്രവാദിക്ക് അല്ലെങ്കിൽ പണിക്കർക്ക് ഇങ്ങനെ തോന്നിപ്പിക്കും, ആ ഇന്ന ആളാണ് ഇപ്പുറത്തുള്ള മാമാക്കാക്ക് അല്ലെങ്കിൽ ആമിന താത്താക്ക് ഉപദ്രവം ഉണ്ടാക്കിയത്, അവരുടെ കുട്ടികൾക്ക് കല്യാണം മുടങ്ങുന്നത്, അവരുടെ വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത്, അത് ഇന്ന ആളുകൾ മാരണം ചെയ്തിട്ടാണ് എന്ന് പിശാചി മന്ത്രവാദിക്ക് തോന്നിപ്പിക്കും. അങ്ങനെ മന്ത്രവാദി ഇവർക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ് ഇവരുടെ വിശ്വാസം. ആലോചിക്കണം, പിശാചിനെ അങ്ങനെ പൂജിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയുമോ? പിശാചിനെന്നല്ല, മലക്കിനെന്നല്ല, മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്കെന്നല്ല, അംബിയ, മുർസലീങ്ങൾ, ശുഹദാക്കൾ ഇവർക്കാർക്കും കഴിയില്ല. ഖുർആനിലുള്ളത് 13ാമത്തെ സൂറത്ത്, അതിന്റെ പേരെന്താ? സൂറത്തുർ റഅദ്. അതിലെ 13ാമത്തെ ആയത്ത് ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അല്ലാഹുവിനാകുന്നു. വല്ലദീന യദഊന മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ലാ യസ്തജീബൂന ലഹും ബിശൈ, ലാ യസ്തജീബൂന അർത്ഥം ജവാബ് ചെയ്യൂല, ലഹും അവർക്ക് ബിശൈ ഒട്ടും ഒരു കടുകുമണിയോളം പോലും ഉത്തരം ചെയ്യൂല. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു ശക്തിയും ഉത്തരം ചെയ്യൂല. അത് ഇവിടെ കമ്മുസൂഫിയാകട്ടെ, നാട്ടുകല്ലാകട്ടെ, അല്ലെങ്കിൽ അമ്പംകുന്നാകട്ടെ, ഇനി പാലക്കാട്ട് മഞ്ഞക്കുളത്ത് ഉള്ള ജാറത്തിൽ കിടക്കുന്ന ആളുകളാകട്ടെ, അല്ലെങ്കിൽ പട്ടാമ്പിയിലുള്ള വരിയാകട്ടെ, ആർക്കും ഉത്തരം ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? ജിന്നിനും പിശാചിനും ഉത്തരം ചെയ്യാൻ കഴിയില്ല. ഇത് ഖുർആൻ പറയാം. അത് ഈ ആയത്തിനെതിരല്ലേ ഇവരുടെ ഈ സി.ഡി. ടവറുകാരുടെ വിശ്വാസം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അബദ്ധമാണ്. ഈ പിശാചിനെ പൂജിച്ചാൽ പിശാച് സഹായിക്കുന്നാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിനെതിരാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹ് പറയാൻ ലാ യസ്തജീബൂന ലഹു ബിശൈ, ഒട്ടും ഉത്തരം ചെയ്യൂല. ഇവർ പറയാണ് പിശാച് ഉത്തരം ചെയ്യും, പിശാച് സഹായിക്കും. നമ്മൾ ഏത് സ്വീകരിക്കണം? സി.ഡി. ടവറുകാരൻ പറഞ്ഞത് കേൾക്കണോ? വിസ്തംകാരൻ പറഞ്ഞത് കേൾക്കണോ? റബ്ബ് പറഞ്ഞത് കേൾക്കണോ? ഏത് പറഞ്ഞത് കേൾക്കണം? റബ്ബ് പറഞ്ഞത് കേൾക്കണം, എന്നാലേ വിജയമുള്ളൂ. അതാണ് മർക്കസ് ദഅവയുടെ പ്രത്യേകത. 3, അല്ലാഹു ഖുർആനിൽ പറയാൻ വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അതാ, 20-ാം അധ്യായം സൂറത്തു ത്വാഹ, അതിന്റെ 69-ാമത്തെ ആയത്താണ്. എന്താ ഇതിന്റെ അർത്ഥം? മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. ആ മാരണക്കാരൻ ഈ തങ്ങളോ മുസ്ലിയാരോ പണിക്കരോ ഇവരൊക്കെ ചെയ്യുന്നത് ഫലിച്ചു എന്ന് പറഞ്ഞാൽ അവന് വിജയിച്ചു എന്നതിന്റെ അർത്ഥം. അല്ലാഹ് പറയുന്നത് വിജയിക്കൂല. പിന്നെ എങ്ങനെ ഇത് വിജയിക്കുക? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ മുറുകെ പിടിക്കണം. ഖുർആൻ കൈയൊഴിച്ചതാണ് ഇവർക്കൊക്കെ പറ്റിയ അബദ്ധം. പിന്നെ നിങ്ങൾ നോക്കൂ മറ്റൊരായത്ത്, സൂറത്തുൽ ഇസ്രായിലെ 47-ാമത്തെ വചനം. അതെന്താ? ഇത് യഖൂലു ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, അക്രമികൾ പറയാണ് നിങ്ങൾ മാരണം ബാധിച്ച ഒരു വ്യക്തിയെയാണ് പിൻപറ്റുന്നത്. ആരാ പറയുന്നത്? അക്രമികൾ, ളാലിമീങ്ങൾ. നബിയെ കുറിച്ച് പറയാണ് അദ്ദേഹം മാരണം ബാധിച്ചവരാണ്, അങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങൾ മുസ്ലിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അക്രമികൾ പറയാണ്. നമ്മൾ പറയാണ് മുത്തനബിക്ക് അങ്ങനെ ഒരു മാരണവും ബാധിച്ചിട്ടില്ല. കാരണം എന്താ? നിങ്ങൾ നോക്കുക, അത് മക്കത്തെ മുശ്രിക്കീങ്ങളുടെയും ജൂത ക്രിസ്ത്യാനികളുടെയും വാദമാണ്. നിങ്ങൾ പിൻപറ്റുന്നത് മാരണം ബാധിച്ച വ്യക്തിയാണ്. വേറെ രസം കേൾക്കണം നിങ്ങൾക്ക്. ഈ മക്കത്തെ മുശ്രിക്കുകൾ നബിയെ എന്തുകൊണ്ട് അങ്ങനെ ആക്ഷേപിച്ചത്? മാരണക്കാരനായതുകൊണ്ടല്ലേ, വെറുതെ ആക്ഷേപിക്കാം. നബിയെ കുറിച്ച് അവർ പറഞ്ഞു നബി കള്ളനാണ്, നബി കവിയാണ്, നബി പിന്നെ ജ്യോത്സ്യനാണ്. ഇതൊക്കെ എന്താണ്? ആരോപണമാണ്, വെറുതെ ആരോപിക്കാം. എന്നാൽ ഈ സി.ഡി. ടവറുകാരൻ എന്താ ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹ മാധ്യമത്തിലൊക്കെ വന്നിട്ട് അവര് ഉറപ്പായിട്ട് നബിക്ക് സിഹർ ബാധിച്ചു എന്നാണ് പറയുന്നത്.
മക്കത്തെ മുശ്രിക്കുകൾ വെറുതെ ആരോപിക്കാൻ, കള്ളനല്ലാത്ത ഒരാളെ കള്ളൻ വിളിക്കുന്നത് പോലെ അവരെ അസൂയ കൊണ്ട് അഹങ്കാരം കൊണ്ട് ആരോപണം നടത്തിയതാണ്. എന്നാൽ ഇവരോ അല്ല, നബിക്ക് മാരണം ബാധിച്ചു എന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം, എന്നാലേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകൂ എന്നാ അവർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി ഇവരുടെ അധപ്പതനം, അതിന്റെ ആഴം. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഞാൻ ഖുർആനിൽ കുറെ ആയത്തുകൾ പറഞ്ഞല്ലോ, ഒരായത്ത് കൂടെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 8-ാമത്തെ ആയത്ത് ആവർത്തിച്ചുകൊണ്ട് പറയാം. ഇനി ഹദീസിൽ പറയാം. ഖുർആൻ കഴിഞ്ഞ പിന്നെ ഹദീസാണല്ലോ, കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ 3883 നമ്പറായി കൊടുക്കുന്ന വചനം, ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. റുഖാ എന്ന് പറഞ്ഞാൽ ഇന്നാരുടെ അർത്ഥം? തീർച്ചയായും റുഖാ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ. പിന്നെ വത്തമാഇമ ഏലസ് ഐക്കല് ഒക്കെ. തിവലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? അതെന്താണെന്ന് ഞാൻ പറയാം. പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ, തിവലത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹിറിന്റെ, മാരണത്തിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാകുന്നു. ഇണയെ ഭർത്താവിലേക്ക് മഹബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇഷ്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്യുന്ന ഒരു മാരണമാണ് ഈ തിവലത്ത് എന്ന് പറയുന്നത്. നബി പറയാണ് അത് ശിർക്കാണ്. മാരണം ശിർക്കാണോ, അതിന് തെളിവുണ്ടോ, ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ എന്നൊക്കെയാണ് CD ടവറുകാരൻ കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് മൈക്കിൽ ഇങ്ങനെ അട്ടഹസിക്കുന്നത്. ഹദീസുണ്ട്. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ 3883 വചനത്തിൽ പറയാ, തിവലത്ത്, ആ സിഹിർ, അത് ശിർക്കാണ് എന്ന് ആരാ പറയുന്നത്? മുത്ത് നബിയാണ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ മറ്റൊരു ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, സ്വാഹിബു ഖംസിൻ, 5 വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ പോകൂല. ആരൊക്കെയാ? മുദ്മിനു ഖംറിൻ, ധാരാളമായിട്ട് മദ്യപിക്കുന്നയാൾ എന്ന് പറഞ്ഞ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന, മദ്യം മാത്രമല്ല, ഇന്നിപ്പോ ക്രിസ്മസ് ഒക്കെ ആവണ്ടേ, ചില മുസ്ലിം യുവതികൾ പോലും വീഞ്ഞൊക്കെ കുടിക്കുക. എന്നിട്ട് കുടിക്കുന്നു മാത്രമല്ല ഒക്കെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാണ്. നഊദുബില്ല. വലാ മുഅ്മിനും ബിസിഹ്റിൻ, ഒന്നാമത്തേത് മദ്യപാനമാണ്. രണ്ടാമത്തേത് സിഹ്റിൽ വിശ്വസിക്കുന്നവർ, അവരെവിടെ പോകൂല? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. ഇതൊക്കെ നബി പറയാൻ. വലാ ഖാതിഉർ റഹിമിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവർ, വലാ കാഹിനുൻ, അതുപോലെ ജ്യോത്സ്യൻ, ഭാവി പ്രവചിക്കുന്നവൻ, അവനൊക്കെ പുറത്തുനിന്നൊക്കെ പറയില്ലേ, കൈനോട്ടക്കാര്, ഹസ്തരേഖാശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കോട്ടമൈതാനത്തൊക്കെ കാണാൻ പോകും. പിന്നെ ബാനറൊക്കെ കെട്ടിവെച്ച് ഒരാളെങ്ങനെ ഇരിക്കണേ, കൈ നോക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കാത്തത് എന്താണ്? സ്വർഗത്തിൽ പോകുന്നത് തടസ്സപ്പെടുന്ന കാര്യമാകുന്നു. വലമന്നാൻ, ഏഷണികൾ പറയുന്നവൻ. ഇത് ഹദീസാണ്. ഇമാം സുനനുൽ കുബ്ര, ഇമാം നസായി തന്റെ സുനനുൽ കുബ്രയിൽ 4920 നമ്പറായിട്ട് നൽകുന്ന വചനമാണ്. അപ്പോൾ ഖുർആൻ തെളിവ് പറഞ്ഞു, ഹദീസ് എന്ന് തെളിവ് പറഞ്ഞു. ഇനി ആധുനിക ഹദീസ് പണ്ഡിതനായി, അല്ല ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിരുന്നു അല്ലാമത്തു അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തുകയാണ്, വസ്സിഹ്റു മിനശ്ശിർകി, സിഹർ എന്ന് പറഞ്ഞാൽ ഷിർക്കിൽപ്പെട്ടതാണ്. കൂടോത്രന്മാരെന്നൊക്കെ പറയുന്നത് ഷിർക്കിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഫതാവ രേഖപ്പെടുത്തുക. എന്താ കാരണം? ലിഅന്നഹു ഇബാദത്തുൽ ലിൽ ജിന്നി, കാരണം സിഹർ എന്ന് പറയുന്നത് ജിന്നിനുള്ള ആരാധനയാകുന്നു. പിശാച് എന്ന് പറഞ്ഞാൽ, ശൈത്താൻ എന്ന് പറഞ്ഞാൽ, ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ എന്തിൽപ്പെട്ടതാ? ജിന്നിൽപ്പെട്ടതാണ്. ആ ജിന്നിലുള്ള ആരാധനയാണ് സിഹർ. അപ്പൊ സിഹർ എന്ന് പറഞ്ഞാൽ ഷിർക്കാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളവിടെ ഒരു തങ്ങള്, അവിടെ ഒരു സ്ത്രീക്ക് എന്തോ സംഭവിച്ചതുകൊണ്ട് കുറച്ച് ചെറുപ്പത്തിൽ ആ തങ്ങളുടെ അനുയായി വന്നിട്ട് പിന്നെ കോഴിയുടെ തല, അതുപോലെ അല്ലെങ്കിൽ പൂവും കാര്യങ്ങളൊക്കെ രാത്രിയാണ്, രാത്രി 9 മണിക്ക് ശേഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള കൂടോത്രം, മാരണം, അത് ചെയ്യുക എന്നുള്ളത് ഷിർക്കാകുന്നു, ബഹുദൈവ വിശ്വാസമാകുന്നു. നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കൂല.
എന്താ കാരണം? അള്ളയും റസൂലും പഠിപ്പിച്ച തൗഹീദിന്, ആദർശത്തിന് ഘടക വിരുദ്ധമാണ്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ നോക്കൂ, ഇതിപ്പോ ഫതാവ അറബി കിതാബ് വായിച്ചത്, പച്ച മലയാളത്തിലുള്ള ഒരു കിതാബ്, ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കാം, കേട്ടോളൂ. കെ ഉമർ മൗലവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കെ ഉമർ മൗലവിയെ, ഉമർ മൗലവി വിളിയും കൂടുന്ന ഉമർ മൗലവി തിരൂർക്കാരനൊക്കെ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പിന്നെ കുറച്ച് മരണപ്പെട്ടു പോകേണ്ട 2000-ത്തിലാന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം ഫാത്തിഹയുടെ തീരത്ത് നിന്നാണ്. അതിന്റെ 125-ാമത്തെ പേജിൽ അദൃശ്യ ലോകത്തിൽപ്പെട്ട പിശാചുക്കളുടെയും ജിന്നുകളുടെയും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. മനസ്സിലായോ? പിശാചുക്കളെയും ജിന്നുകളെയും പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുന്നതാണ് ഈ സംഭവം. എന്നിട്ടോ അദൃശ്യമായ രൂപത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്. അദൃശ്യമായിട്ട് ദോഷം ഭയപ്പെടുക, ഗുണം ആശിക്കുക, അങ്ങനെ താഴ്മ കാണിക്കുക, ഇതൊക്കെ എന്താണ്? ആരാധനയാണെന്നാണ്. അപ്പോൾ ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ശിർക്ക് ഇതിൽ വന്നുകൂടുന്നുണ്ട്. ആയതുകൊണ്ട് ആഭിചാരവും മന്ത്രവാദവും ശിർക്കും കുഫറുമായി തീരുന്നു. ശിർക്കും കുഫറും. അപ്പോ ഒരാൾ കാഫിറാകാൻ, ഒരാൾ മുശ്രിക്കാകാൻ ഈ സംഭവം ചെയ്യുക, അത് ഫലിക്കുന്നു വിശ്വസിക്കാതെ വിശ്വസിച്ചാൽ അങ്ങനെ ആവുന്നതാണ്. എത്രയോ പാപങ്ങൾ സാധാരണക്കാർ ഇതിന്റെ അപകടം മനസ്സിലാക്കാതെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, ഇവർക്കിപ്പോ ഒരാളെ ഉപദ്രവിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പൊ ഫലസ്തീനിൽ എത്ര കുഞ്ഞുങ്ങൾ വീഡിയോ കണ്ടില്ലേ, ന്യൂസ് കണ്ടില്ലേ? പിഞ്ചു മക്കള് ഹോസ്പിറ്റലില് ഇൻക്യുബേറ്ററിലൊക്കെ കിടത്തിയിട്ടുള്ള പിഞ്ചു മക്കളെയൊക്കെയാണ് ബോംബിട്ട് തകർക്കുന്നത്. എത്ര തങ്ങന്മാരുണ്ട്, എത്ര മുസ്ലിയാക്കന്മാരുണ്ട്. ഒരു സിദിർ ചെയ്തൂടെ? ഈ ഇസ്രയേലിനെതിരെ എന്താ ചെയ്യാത്തത്? ഇവർക്കറിയത് ഫലിക്കൂല. ഇവിടെ മോഡി ഇന്ത്യ ഭരിക്കാണല്ലോ, മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലല്ലേ, പശുവിന്റെ മാംസം വെച്ചിട്ടുണ്ടെന്ന് ചെയ്തൂടെ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ കുന്തിപ്പുഴ ഉണ്ടല്ലോ, കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിച്ച് കുന്തിപ്പുഴ ഇങ്ങനെ മന്ദം ഒഴുകി ഭാരതപ്പുഴയിൽ ചെന്ന് അറബിക്കടലിൽ ചേരുക. ഇവർക്ക് സാധിക്കെങ്കിൽ ഈ വെള്ളമൊക്കെ പെട്രോളാക്കട്ടെ. ഇവർക്ക് ഈ കൂടോത്രം കൊണ്ട് ഒന്നിനെ മറ്റൊന്നാക്കാൻ കഴിയുമെങ്കിൽ ആ വെള്ളമൊക്കെ പെട്രോളാക്കട്ടെ. എന്തൊരു വില പെട്രോളിന്? 1 ലിറ്റർ 119 രൂപയ്ക്കാണ്, 109 രൂപയാണ്. ഇനി ഈ അട്ടപ്പാടിയിലൊക്കെ പോകുമ്പോഴേ, ആനക്കെട്ടിക്ക് പോകുമ്പോൾ ഉയർന്നു നിൽക്കുന്ന എത്ര മലകളാണ്, കല്ലുകളാണ്. അതിൽ ഒരു പാറെടുത്തിട്ട് ഒന്ന് സ്വർണ്ണാക്കട്ടെ, കഴിയോ? ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ സാധിക്കൂല, അസാധ്യമാണത്. ഇനി നിങ്ങൾക്ക് ഇനിയും സംശയമാണെങ്കിൽ, മാരണം ഫലിക്കും എന്ന് ഇനിയും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ മാരണം ഫലിപ്പിക്കാൻ ഇവർക്ക് സാധ്യമല്ല. അങ്ങനെ സാധ്യമാകും എന്ന് ആർക്കെങ്കിലും ചെറിയ സംശയമെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പേര് പറഞ്ഞോളൂ, എനിക്കെതിരെ ചെയ്യട്ടെ. സാധിക്കൂല, ഉറപ്പാണ്. നിങ്ങൾ ധൈര്യമായി പറഞ്ഞോളൂ. അതുകൊണ്ട് എന്ത് വന്നാലും വരൂല, ഉറപ്പാണ്. മനസ്സിലായോ? അപ്പോ നമ്മളങ്ങനെ വിശ്വസിക്കാനേ പാടില്ല ഇത് ഫലിക്കുന്നുള്ളത്. ഇനി അടുത്തൊരു വിഷയം എന്താ പറയുക, ചില ആളുകൾ വീടൊക്കെ നിർമ്മിക്കുമ്പോൾ കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെക്കും, അല്ലെ? എന്തിനാണത്? കണ്ണേറ് തട്ടാതിരിക്കാനാണ്. നമ്മുടെ ഈ പിന്നെ പാലക്കാട് പല പ്രദേശത്തും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കവളത്ത് കൺമശി കൊണ്ട് ഒരു കുത്തു കൊടുക്കും, അല്ലേ? അരയിൽ കറുത്ത ചിരട്, അതിനെന്തോ ഒരു പ്രത്യേക പേരൊക്കെ പറയും. അതൊക്കെ എന്താ അറിയുന്നത്? കണ്ണേറ് തട്ടാതിരിക്കാനാണ്. ഈ ഇപ്പോൾ ആളുകൾക്ക് പേടിയാണ്. ഒരു വീട്ടിൽ പോയിട്ട് പിന്നെ 2 വയസ്സായ 1.5 വയസ്സായ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടികളെടുത്ത് എന്ത് നല്ല കുട്ടി എന്നൊക്കെ പറയാൻ പേടിയാ. അങ്ങനെ പറഞ്ഞാൽ കണ്ണേറ് തട്ടും എന്ന് ഈ വീട്ടുകാർക്ക് പിന്നെ വിശ്വാസം. അപ്പൊ അവര് നമ്മളെ വെറുക്കും എന്നുള്ള പേടിയാ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കണ്ണേറ് തട്ടുമോ? കണ്ണേറ് തട്ടും എന്നാണ് ആര് പറയുന്നത്? CD ടവറുകാരും ഡിജിറ്റൽകാരും പറയുന്നത്.
നമ്മുടെ വിശ്വാസം എന്താ? ശ്രദ്ധിക്കൂ. നിങ്ങൾ നോക്കൂ, നിങ്ങളെ വീട്ടിലുള്ള അല്ലെങ്കിൽ റോഡ് സൈഡിലുള്ള ഒരു മരം, ആ മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നത് പോലും റബ്ബ് വിധിച്ചതാണ്. റബ്ബ് വിധിക്കാത്തൊരു കാര്യവും ഇവിടെ നടക്കൂല. എല്ലാ ചെറുതും വലുതുമായ കാര്യവും ആര് വിധിച്ചിട്ടുണ്ടാകും? റബ്ബ്. നിങ്ങൾ നോക്കൂ, നമ്മളിവിടെ ഇന്ന് ഒരുമിച്ച് കൂടും. ഈ സമയത്ത് ഈ രൂപത്തിലായിരിക്കും ഇരിക്കും, ഇന്ന ഡ്രസ്സായിരിക്കും ധരിക്കുക, അതുപോലെ പിന്നെ ഭക്ഷണമായിരിക്കും കഴിക്കുക. ഇതൊക്കെ ആര് വിധിച്ചിട്ടുണ്ട്? റബ്ബ് വിധിച്ചിട്ടുണ്ട്. റബ്ബ് വിധിക്കാത്ത ഒന്നും സംഭവിക്കൂല. പിന്നെ എങ്ങനെയാണ് ഒരാൾ നോക്കുമ്പോഴേക്ക് അയാളുടെ കുട്ടിക്ക് അസുഖം ഉണ്ടാകുക, അയാളുണ്ടാക്കിയിട്ടുള്ള മത്തങ്ങ വള്ളി അതിങ്ങനെ വാടുക, എന്തൊരു നല്ല കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ പിന്നെ അത് വാടുക, പിന്നെ അതിങ്ങനെ വീഴുക, അങ്ങനെ അത് ഉണങ്ങിപ്പോവുക. ഇതൊക്കെ സംഭവിക്കുന്ന ഈ ആളുകളുടെ വിശ്വാസം നിങ്ങൾ കണ്ടിട്ടില്ലേ? പാടത്തുകൂടെ പോകുമ്പോ അവിടെ ഒരു കോലം വെച്ചത് കണ്ടിട്ടില്ലേ? നിങ്ങള് കണ്ടിട്ടില്ലേ? ചെറിയ ആളുകൾ എന്തെന്നറിയോ? ഒരു വടി നാട്ടി അതിന്റെ മുകളിൽ ഒരു മൺകലം വെക്കും, എന്നിട്ട് 100 എന്ന് പറയും, അതായത് വെള്ള പിന്നെ ഇത് തേക്കും. അതൊക്കെ എന്തിനാ? കണ്ണീർ തട്ടാതിരിക്കാനാണ്. അങ്ങനെ തട്ടുവോ? അതൊക്കെ ഹിന്ദു വിശ്വാസമാണ്. തട്ടൂല. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാറ് ഇപ്പോ പിന്നെ നമ്മുടെ ഈ ആളുകൾ എന്താ ചെയ്യാറുകൾ? കരിങ്കണ്ണ നോക്കുന്നൊന്നും അല്ല എഴുതിയത്, അല്ലെങ്കിൽ അഭിപ്രായം വേണ്ട നിനക്ക് പോകാം എന്നുമല്ല. അങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നു ഈ കണ്ണീർ തട്ടാതിരിക്കാൻ. മാഷാ അല്ലാഹ് തബാറക അല്ലാഹ് എഴുതി വെക്കുന്നത്. അങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? ഖുർആനിലെ അർത്ഥം വായിച്ചു നോക്കൂ. ഒരു ആയത്തിനും. അതുപോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ, എത്ര ഹദീസുകൾ അറിയില്ലേ? സുബ്ഹാനല്ലാഹ്. ബുഖാരിയുണ്ട്, മുസ്ലിമുണ്ട്, അബൂദാവൂദുണ്ട്, തുർമുദിണ്ട്, നസായിയുണ്ട്, ഇബ്നു മാജഹുണ്ട്, സിഹാഹു സിത്ത എന്ന് പറയുന്നത്. പിന്നീട് മുസന്നഫുകളുണ്ട്, മുസ്നദുകളുണ്ട്. ലക്ഷത്തിൽ പരം ഹദീസുകളാണ്. ഒരൊറ്റ ഹദീസിലും കണ്ണീർ തട്ടാതിരിക്കാൻ മാഷാ അല്ലാഹ് തബാറക അല്ലാഹ് എന്ന് നിങ്ങൾ എഴുതി വെക്കൂ, ബാനർ സ്ഥാപിക്കൂ എന്ന് കാണാൻ കഴിയൂല. മനസ്സിലായോ? നിങ്ങളൊരു കാറ് വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങി, ഒരു വാച്ച് വാങ്ങി, അല്ലെങ്കിൽ ഒരു മാല വാങ്ങി. അപ്പോൾ അപ്പുറത്തെ സ്ത്രീ കാണുന്നത്, അയൽവക്കക്കാർ, അത് കാണുമ്പോൾ നല്ല സ്വർണ്ണട്ടോ അല്ലെങ്കിൽ നല്ല ഡിസൈൻ എന്നൊക്കെ പറയാം. അപ്പോൾ കണ്ണീർ തട്ടും എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്ന 10,000 നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ എന്താ? പരലോകം നഷ്ടപ്പെടുന്ന വിശ്വാസം. എന്തുകൊണ്ടാ? എന്താ നമ്മൾ ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്നത്? എന്താ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 തവണ പറയണ്ടേ? അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദ് വ ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വ ലാ മുഅതിയ ലിമാ മനഅത. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ, നീ തരുന്നത് തടയാൻ ആരുമില്ല, നീ തടഞ്ഞത് തരാനും ആരുമില്ല. ഇത് നമ്മൾ മനസ്സിൽ തട്ടി ഈമാനോടുകൂടെ പറയണം. എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ കണ്ണീറിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യാം. എത്ര അബദ്ധമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലിയ അബദ്ധല്ലേ? അപ്പോ നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ നോക്കൂ, ഖുർആനിലെ എത്രയോ വചനങ്ങളുണ്ട്. സൂറത്തു യൂനുസിലെ 107-ാമത്തെ വചനം, വയംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു തആല നിങ്ങൾക്കൊരു ദോഷം വിധിച്ചാൽ, ദോഷം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അത് നിവർത്തിക്കുവാൻ, ആ രോഗം മാറ്റുവാൻ അവനല്ലാതെ മറ്റാരും തന്നെയില്ല. ഇനി ശ്രദ്ധിക്കൂ, അല്ലാഹു തആല നിങ്ങൾക്കൊരു നന്മ വിധിച്ചാൽ, ഉദ്ദേശിച്ചാൽ, അത് കാറാവാം, വീടാവാം, നല്ല മക്കളാകാം, അല്ലെങ്കിൽ നല്ല സ്വർണ്ണാഭരണമാകാം, നല്ല ഡ്രസ്സാകാം, അത് വിധിച്ചാൽ അത് കണ്ണീർ കൊണ്ട് തടയൂല. എങ്ങനെ? അത് തട്ടി മാറ്റാൻ ആരുമില്ല. ഖുർആൻ പറയാൻ എവിടെ? സൂറ യൂനുസിലെ ആയത്ത് നമ്പർ 107. ഇവര് പറയാൻ കണ്ണീർ തട്ടും, കണ്ണീർ തട്ടും. കണ്ണീർ തട്ടുന്നത് മാത്രമല്ല, ഈ ലോകത്ത് അധികം ആളുകളും മരിക്കുന്നത്, അള്ളാഹിന്റെ കഥനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണീർ കാരണമാണ് എന്ന് അവരുടെ വിശ്വാസം. കണ്ടോ? അള്ളാഹിന്റെ കലാകഥനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണീർ കൊണ്ടാണ്.
അറബിയിൽ എഴുതി വെച്ചാൽ അതൊക്കെ ഹദീസാണ് എന്ന അവരുടെ വിശ്വാസം. ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ പോലെയല്ല. ഹദീസുകളുടെ കൂട്ടത്തിൽ സ്വഹീഹായ ഹദീസ് ഉണ്ട്. മനസ്സിലായോ? സ്വഹീഹ് ആയ ഹദീസ് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചില ആളുകൾ ദുർബലമായ ഹദീസ് സ്വയം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊരു ഹദീസ് കിട്ടിയാലും അത് ശരിയാണോ എന്ന് അന്വേഷിച്ച് പഠിക്കണം. ശരി, ഒരുപാട് ഈ ഹദീസുകൾ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ലഈഫ് ഉണ്ട്, പിന്നെ മൗദൂ ഉണ്ട്, മുൻഖത്ത് ഉണ്ട്, മുർസലുണ്ട്, മുദ്തരിബ് ഉണ്ട്, മുഅ്ളൽ ഉണ്ട്, മുദ്റജ് ഉണ്ട്, അങ്ങനെ പല ജാതി ഹദീസുകളുണ്ട്. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞാൽ? മൗദൂ എന്ന് പറഞ്ഞാൽ കള്ള ഹദീസാണ്. അതായത് പച്ച നുണ അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ പറയുന്ന ഹദീസാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പറയുക, ഇപ്പൊ പിന്നെ ഈ ഷെയ്ഖ് അൽബാനിയുടെ സിൽസിലത്തുൽ ദഈഫയിൽ കാണാം മൗദൂആയ ഹദീസുകൾ പറയുന്നത്. എന്താ പറയുക, ഹനഫി മദ്ഹബുകാര് ഷാഫി മദ്ഹബുകാരെ കുറിച്ചൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെങ്കിൽ, വെറുപ്പ് കൊണ്ട് ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടരോടുള്ള വെറുപ്പ് കൊണ്ട് പറഞ്ഞു. സയകൂനു റജുലുൻ ഫീ ഉമ്മത്തി യുഖാലു ലഹു മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. എൻ്റെ സമുദായത്തിൽ ഒരു വ്യക്തി ഉണ്ടാകും, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ എന്നാണ്. എന്നിട്ടോ അദ്ദേഹം ഇബ്ലീസിനേക്കാൾ ഉപദ്രവകാരിയാണ് എന്നുള്ളതാണ്. എന്താ? മൗദൂആയിട്ട് നബിയുടെ പേരിൽ പച്ചക്കള്ളാണ്. അപ്പൊ ഇവർ അങ്ങോട്ടുണ്ടാക്കി സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി. നജസിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന് ഹനഫികളെ സൃഷ്ടിച്ച അല്ലാഹു മഹാപരിശുദ്ധൻ. കള്ള ഹദീസ് ഉണ്ടാക്കുക. അങ്ങനെയാണ് വഴുതനങ്ങ കച്ചവടക്കാരുണ്ടാക്കിയത്. മൻ അകലൽ ബാദിൻജാൻ ദഖലൽ ജന്ന. ഇങ്ങനെയൊക്കെ കുറേ ഹദീസുകളുണ്ട്. അപ്പോ ഇവിടെ ഹദീസുകളിൽ ഇങ്ങനെ അള്ളാഹിന്റെ കലാകഥന് ശേഷം കണ്ണേറ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ടാൽ അതൊന്നും സ്വീകാര്യോഗ്യമായ ഹദീസല്ല. നമ്മളെ വിശ്വാസം എന്താ? ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താ? ഒരു പഴുത്ത ഇല വീഴണമെങ്കിൽ പോലും അള്ള വിധിക്കണം. അള്ള വിധിക്കാതെ ഒരാൾ നോക്കിയാലും ഒന്നും സംഭവിക്കൂല. അത് ഫതുൽ ബാരിയുണ്ട്. ഹിജ്റ 852 വഫാത്തായിട്ടുള്ള മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ ഫതുൽ ബാരിയിൽ എഴുതുകയാണ്, ലാ യുഹദിഥുൻ നാദിറു ഫിൽ മൗദൂ. നോക്കുന്ന ആള് ആ എന്തൊന്നിലേക്കാണ് നോക്കുന്നത്, അതിൽ പുതുതായി ഒന്നും സംഭവിപ്പിക്കുന്നില്ല. വഇന്നമാ ഹുവ ബിഖദരില്ലാഹി സാബിഖ്. പിന്നെ എന്താണ് ഉണ്ടെങ്കിൽ, ഉണ്ടായെങ്കിൽ എന്താ, അത് അല്ലാഹ് മുമ്പ് വിധിച്ചതാണ്. അത് ഈ മയമാക്ക നോക്കിയതുകൊണ്ടല്ല, ആമിനത്താത്ത നോക്കിയതുകൊണ്ടല്ല, അവരുടെ കണ്ണീർ തട്ടിയതല്ല, അല്ലാഹു തആല മുമ്പ് വിധിച്ചതാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഒരാൾ നിങ്ങളെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ പിടിച്ചു കുട്ടിനെ എടുക്കാൻ, ആ നല്ല സുന്ദരി കുട്ടി എന്ന് പറയാൻ, എന്നിട്ട് ആ കുട്ടിക്ക് പനി ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? കണ്ണീർ തട്ടിയതല്ല, റബ്ബ് വിധിച്ചതാണെന്ന് വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഈമാൻ ഖറാബാകും. അപ്പോ ഇങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. ഒരു സംഭവം കൂടെ പറയാം. ഇന്നൽ ഐന ലതുദ്ഖിലു റജുല റജുലൽ ഖബ്റ വൽ ജമല അൽ ഖിദ്റ. അതായത് കണ്ണേർ ഒരാളെ ഖബറിലെത്തിക്കും. കണ്ണേർ കൊണ്ട് മരണം വരെ സംഭവിക്കുന്ന കേട്ടോ. ലതുദ്ഖില റജുലൽ ഖബ്റ, കണ്ണേർ കൊണ്ട് മരണം വരെ സംഭവിക്കും. വൽ ജമല, ഒട്ടകത്തിനെയോ അൽ ഖിദ്ർ, ചട്ടിയിലേക്ക് എത്തിക്കും. എന്ന് പറഞ്ഞാൽ അതിനെ അറുത്ത് അല്ലെങ്കിൽ ശാപ്പാടാക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കുറെ കള്ള വചനങ്ങളൊക്കെ പറയാം. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നുമില്ല, കണ്ണേർ തട്ടൂല എന്ന് പഠിച്ച വിശ്വാസം. അടുത്തത് രക്ഷാബന്ധൻ. നിങ്ങൾ നോക്കൂ, ഇപ്പോ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന വളർന്നു വരുന്ന യുവതികൾ, യുവാക്കള് ഒരു പിഴച്ച കാര്യം തരങ്ങള് രാഗികെട്ട് അല്ലെങ്കിൽ രക്ഷാബന്ധൻ. എന്താ ഈ രക്ഷാബന്ധൻ എന്ന് പറഞ്ഞാല്? ഹൈന്ദവ വിശ്വാസമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്ന, മനസ്സിലാക്കണം. അപ്പോ ഉയർന്നു നിൽക്കുന്നതാരാ? ദേവന്മാർ. അവര് പരാജയപ്പെടാൻ പാടില്ല, പക്ഷെ അവർ പരാജയത്തിന്റെ വക്കിൽപ്പെട്ടു. ആ സന്ദർഭത്തിൽ പരാജയം മുന്നിൽ കണ്ടപ്പോൾ ഇന്ദ്രന്റെ പത്നിയായിട്ടുള്ള ശചി എന്ന് പറയുന്ന സ്ത്രീ വന്നിട്ട് എന്ത് ചെയ്തു? ഇന്ദ്രന്റെ കയ്യിൽ രക്ഷാസൂത്രമായിട്ടുള്ള ഈ രാജി കെട്ടിക്കൊടുത്തു. അങ്ങനെയാണ് വിജയം ഉണ്ടായിരുന്ന.
അങ്ങനെയാണ് രക്ഷാബന്ധൻ. അതാണ് നമ്മൾ മഫ്തെ കെട്ട അല്ലെങ്കിൽ മുസ്ലിം തറവാട്ടിൽ ജനിച്ച പെൺകുട്ടികൾ കെട്ടുന്നത്. നമ്മൾ ആലോചിക്കണം, പെണ്ണാകട്ടെ ആണാകട്ടെ, അതൊക്കെ പിഴച്ച വിശ്വാസമാണ്, നരകത്തിലേക്കുള്ള ആഖിറം നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം പ്രിയമുള്ളവരെ, ഈ സ്വലാത്ത് ഉണ്ടല്ലോ, സ്വലാത്ത് മജ്ലിസ് ചെറുതായി സൂചിപ്പിക്കുകയാണ്. സ്വലാത്ത് മജ്ലിസ് എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഈണത്തിലുള്ള സ്വലാത്തൊക്കെ കേട്ടാൽ നമ്മളെ പെണ്ണുങ്ങൾക്ക് തോന്നും, എന്താ നമുക്കൊന്നും അങ്ങനെ സ്വലാത്തില്ലല്ലോ, സ്വലാത്ത് വേണം, അപ്പോഴാ ബർക്കത്തുണ്ടാകുക, സ്വലാത്ത് ഉണ്ടെങ്കിലേ നമ്മളെ വീട്ടിലൊക്കെ കയറുണ്ടാകുള്ളൂ, പിന്നെ വല്ല കച്ചവടത്തിലൊക്കെ നഷ്ടോ, ഗൾഫ് പോയ ആൾ തിരിച്ചു വരികയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ സ്വലാത്ത് വേണം. നമ്മുടെ ആളുകൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ. കൂട്ടരെ, നമ്മൾ ശ്രദ്ധിക്കുക, സ്വലാത്ത് നമ്മൾ നിർവഹിക്കണം. കാരണം പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായത്തില് 56-ാമത്തെ ആയത്ത് എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. എന്താ ആയത്ത് പഠിപ്പിക്കുന്നത്? അല്ലാഹു മുഹമ്മദ് നബിക്ക് അനുഗ്രഹം ചൊരിയുന്നു, റഹ്മത്ത് ചൊരിയുന്നു. മലായികത്തുകൾ മുഹമ്മദ് നബിക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈമാനുള്ള മനുഷ്യരെ നിങ്ങൾ സ്വലാത്തും സലാമും റസൂലുള്ളാഹിക്ക് നേരുക. ഖുർആൻ പഠിപ്പിക്കുന്ന. അപ്പൊ നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോ അല്ലെങ്കിൽ നബി പഠിപ്പിച്ച സ്വലാത്ത് ഉണ്ടല്ലോ, എന്താ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ഇങ്ങനെയുള്ള സ്വലാത്തുകൾ നമുക്ക് വർദ്ധിപ്പിക്കണം, ചൊല്ലണം. മനസ്സിലായോ? എന്നാൽ ഇന്ന് നമ്മുടെ സ്വലാത്ത് മജ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്നത്? അവിടെ നാരിയ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ. ഇതാ ഈ മേലേക്കൊടക്കാട് ഒരു തങ്ങൾ വന്നിട്ടുണ്ട്, നൂറേ ഹബീബ് തങ്ങൾ എന്ന് പറയും. അയാളൊക്കെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ആളാണ്. അവർക്കൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ ഒഴുകുക. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾ ഒഴുകിയിട്ട് പണം അങ്ങനെ കൊടുക്കുക. 12 യതീം കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്തെ കോടികൾ സമ്പാദിക്കാല്. അപ്പോ ഒരുപാട് സ്വലാത്തുൽ ഖുറ, എന്നിട്ട് എല്ലാവരും കൂടി 10 കോടി സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾ എത്ര സ്വലാത്തിൽ നിന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, നിങ്ങൾ എത്ര സ്വലാത്തിൽ നിന്ന് നിങ്ങൾ വാട്സപ്പിൽ അയക്കുക, എല്ലാം കൂടെ കൂട്ടിയിട്ട് 12 കോടി അല്ലെങ്കിൽ 10 കോടി സ്വലാത്ത് മദീനത്തേക്ക് അയക്കുക. ഇതൊക്കെ നബി പഠിപ്പിച്ചതാണോ? അല്ല. നമ്മൾ മനസ്സിലാക്കണം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാൻ, അള്ളാഹിന്റെ രക്ഷ കിട്ടാൻ നമ്മൾ അള്ളാഹിനോടുള്ള ദുആണ്, നബിയോടുള്ള പ്രാർത്ഥനയല്ല. നബിയോടുള്ള പ്രാർത്ഥനയാണ് സ്വലാത്ത് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവന്റെ ഈമാൻ ഖറാബായി, നശിച്ചു. മനസ്സിലാക്കണം, റബ്ബിനോടാണ് പ്രാർത്ഥന. അതാണല്ലോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ രക്ഷ നൽകണമേ. അതാണല്ലോ സ്വലാത്ത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അങ്ങനെയുള്ള സ്വലാത്ത് മജ്ലിസ്, ദിക്ർ, ഹൽഖ, നബി സഹാബത്തും ഇങ്ങനെ വട്ടട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലുന്ന ദിക്ർ, ഹൽഖ നടത്തിയിട്ടുണ്ടോ? ഒരു കിതാബിലുള്ള പ്രിയമുള്ളവരെ, ഞാനിപ്പോ എന്താ പറയുക, കുറെ കിതാബുകൾ ഞാനും പഠിച്ചു, കൂടുതൽ അറിവൊന്നുമില്ല. എങ്കിലും ഞാൻ ഇതേവരെ അങ്ങനെ ഒരു ഹൽക്ക കണ്ടിട്ടില്ല ഖുർആനിലും ഹദീസിലൊന്നും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതൊന്നും കണ്ടിട്ട് നിങ്ങളുടെ ഈമാൻ ഖറാബാക്കണ്ട. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ നോക്കൂ, ഈ റുഖിയ വന്നിട്ടുണ്ട്. റുഖിയ എന്ന് പറഞ്ഞാൽ റുഖിയത്താത്തയല്ല, മറിച്ച് റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞത്. ഈ പനിയോ തലവേദന രോഗങ്ങളൊക്കെ ബാധിച്ചാൽ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാതെ ചില മൗലവിമാരെ സമീപിക്കാം. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? ചില ആളുകൾ അതിന് ഖുർആൻ തെറാപ്പി എന്ന് പറയും, ചില ആളുകൾ ആത്മീയ ചികിത്സ എന്ന് പറയും. ഒക്കെ ശുദ്ധ തട്ടിപ്പാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ രോഗം മാറാൻ വേണ്ടി റബ്ബിനോട് നടത്തുന്ന പ്രാർത്ഥന എന്ന് അതിൻ്റെ അർത്ഥം. നമ്മുടെ നേതാവാരാ? മുത്ത് നബിയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യമാർക്കും, നബിയുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാരാണ്, അവർക്കൊക്കെ അസുഖം ഉണ്ടായപ്പോൾ ആരോടാ എന്താണ് റുഖിയ നടത്തിയത്? എങ്ങനെയാണ് റുഖിയ നടത്തിയത്? അടുത്തുള്ള വേറെ മൗലവിയുടെ അടുത്ത് പോകാണോ ഇവർ ചെയ്യുന്നത് പോലെ? എടത്തനാട്ടുകരെയും പെരിന്തൽമണ്ണക്കുള്ള വിസ്ഡം മൗലവിമാരെടുത്ത് പോവുകയാണ് ചെയ്തത്? അല്ല, മറിച്ച് നിങ്ങൾ നോക്കൂ, സ്വഹീഹുൽ ബുഖാരിയിലെ 5743-ാമത്തെ വചനത്തിൽ കാണാം,
അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം അല്ലാഹുവിന്റെ പ്രവാചകൻ കാന യുഅബ്ബിദു ബഅല അഹ്ലിഹി തന്റെ ഇണകളിൽപ്പെട്ട ചിലർക്ക് പ്രാർത്ഥന നടത്തുമായിരുന്നു. യംസഹു ബിയദിഹിൽ യുംന എങ്ങനെ പ്രാർത്ഥന? വലത് കൈ കൊണ്ട് ഇങ്ങനെ തടവിക്കൊണ്ട് തലയിൽ അല്ലെങ്കിൽ വലത് കയ്യിൽ പിടിച്ചിട്ട് എന്നിട്ടോ അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇത് എവിടുന്നാ വായിക്കുന്നത്? സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന്. ഈ ഏത് അധ്യായത്തിൽ അറിയുന്നത്? ബാബു റുഖയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന്റെ റുഖയ അഥവാ രോഗം മാറാനുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞ അധ്യായത്തിലെ നമ്പർ 5743. ഇതാണ്. ഇത് ആരെ നടത്തേണ്ടത്? ഭാര്യക്ക് ഭർത്താവ്. ഇനി ഭർത്താവിന് രോഗമായിട്ട് ഭാര്യ നടത്തുന്നുണ്ട്. നബിയുടെ വിയോഗത്തിന് തൊട്ട് മുമ്പ് നബിക്ക് പനിയത്തിനൊക്കെ വന്നപ്പോ വേറെ തങ്ങളെ വിളിച്ചുകൊണ്ട് വരികയല്ല, തങ്ങൾ തന്നെ ഇല്ല എന്നാലല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ് ഈ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത്. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നോക്കൂ. ഇത് നമ്മൾ ഇതിന്റെ അപകടം മനസ്സിലാക്കണം. ഇപ്പൊ ഒരു പോസ്റ്റർ അടിക്കാം. പ്രമുഖ റാപ്പി എന്നാൽ ഇങ്ങനെ ഈ റുഖ്യശ്വരി നടത്തുന്ന ആള്, പിന്നെ അയാൾ കൺസൾട്ടിങ് ഉണ്ട്. എന്നിട്ട് എത്ര ഫീസറികള്? 50,000, 75,000, 1,00,000 ഒക്കെ പോസ്റ്റർ ഉണ്ട്. എൻ്റെ ആർക്കെങ്കിലും ആണെങ്കിൽ എൻ്റെ പിന്നെ ഈ ഫോണിലുണ്ട്. ഈ സമൂഹം മുജാഹിദുകളായിരുന്ന ആളുകളുടെ അധപ്പതനം നിങ്ങൾ കേട്ടിട്ടില്ല? ഈ കോഴിമുട്ട എത്ര നല്ല പോഷകാഹാരമാണ്. അത് പിന്നെ കേടുവന്നാൽ എത്ര ദുർഗന്ധം ഉണ്ടാവും. അതാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്. നല്ല ടീമായിരുന്നു, പക്ഷെ വിശ്വാസപരമായി അധപ്പതിച്ചു അവർ. അങ്ങനെ പോയി. ശരി, ഞാൻ അടുത്ത വിഷയം പറയാം. ഈ ബറക്കത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ എന്താണ്, മുടി, നബിയുടെ മുടി, നബിയുടെ വിയർപ്പ്, നബിയുടെ വസ്ത്രം, അപ്പൊ ഈ കാന്തപുരം മുടി കൊണ്ടുവന്നു. അപ്പോ ഇവരിൽപ്പെട്ട ഒരു മൗലവി പറഞ്ഞത് എന്താ പറഞ്ഞത്? അത് അള്ളാന്റെ റസൂലിന്റെ മുടിയാണെങ്കിൽ എന്ന് പറഞ്ഞാല്, തിരുകേശമാണെങ്കിൽ, കേശം തരം മുടി, തിരു എന്ന് പറഞ്ഞാല് ബഹുമാനിച്ചുകൊണ്ട് പറയാം, തിരുകേശമാണെങ്കിൽ എന്റെ കിടുങ്ങി വിറ്റിട്ടാണെങ്കിലും ഞാൻ കന്യാസമായി ഇവിടെ ക്യൂ നിൽക്കുമായിരുന്നു. ആരാ പറഞ്ഞത്? AP കാന്തപുരല്ല, EK സമസ്തക്കാരനല്ല, സാക്ഷാൽ വഹാബി മുജാഹിദ് പറഞ്ഞ ആളാണ്. നമ്മുടെ ഇന്ന് തെറ്റിപ്പോയാണ്. അയാൾ പരസ്യമായിട്ട് പറയുന്നില്ല. നമുക്ക് പറയാനുള്ളത് എന്താ? നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മലബാർ ജ്വല്ലറിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജ്വല്ലറി നമുക്ക് തന്നാലും അതിൽ എത്ര സ്വർണ്ണം ഉണ്ടാകും? ഒരു 100 കിലോ സ്വർണം കൂട്ടിക്കോളും. അത് തന്നാലും ശരി, നമ്മൾ ആ മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് വിചാരിക്കാം. ഇവര് കൊണ്ടുവന്നത് ഏതോ സിനിമാ നടിയുടെയോ ആരുടെയൊക്കെയാണ് എന്നാ പറയുന്നത്. ആ അള്ളാന്റെ റസൂലിന്റെ മുടിയാണെങ്കിലും നമുക്കത് വേണ്ട. നമ്മളത് കുടിച്ച് ബറക്കത്തെടുക്കൂല. കാരണം എന്താ? ബറക്കത്ത് എവിടുന്ന? വൽ ബറക്കത്തു മിനല്ലാഹ്, ബർക്കത്ത് അല്ലാഹുവിൽ നിന്നാണ്. എവിടെ? സ്വഹീഹുൽ ബുഖാരിയിൽ 3579 നമ്പർ. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന തെളിവ് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ദിവസേന ഓതേണ്ട ഒരു സൂറത്ത് ഖുർആനിലേക്ക് നിങ്ങൾ ദിവസേന പിന്നെ വൈകുന്നേരം ഖുർആനൊക്കെ ഓതാറില്ലേ? ഓതണം. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകളുണ്ടല്ലോ, ആമനർ റസൂലു എന്ന് പറയുന്നത്, അതൊക്കെ വളരെ പ്രധാനമാണ്. അതുപോലെ പ്രധാനമാണ് ഈ സൂറത്തുൽ മുൽക്ക്. അത് 30 ആയത്തുകളാണ്. അത് ഓതിക്കഴിഞ്ഞാൽ ശരിക്കും അർത്ഥമൊക്കെ മനസ്സിലാക്കി ഓതാണെങ്കിൽ നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടും. പ്രഭാതം വരെ മലക്കുകൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ഇതെന്താ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാജാധികാരം, ഈ മഹാപ്രപഞ്ചത്തിന്റെ ആധിപത്യം ഏതൊരുവന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹ സമ്പൂർണനാണ്. ആരാണ് തബാറക? ബർക്കത്തിന് ഉടമസ്ഥനാരാ? അല്ലാഹു. നബിയുടെ മുടിയല്ല അവിടെ തബാറക അല്ലെങ്കിൽ നബിയുടെ തിരികേശെന്ന മുടിയോ അല്ല. അപ്പോ ഈ ബറക്കത്തിന് വേണ്ടി മുടിയിട്ട വെള്ളം അതൊക്കെ തേടിപ്പോകുന്നൊരവസ്ഥ. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹു. അത് സംസം വെള്ളത്തുനിന്നോ നബിയുടെ മുടിയിൽ നിന്നൊന്നുമല്ല. ഇനി നിങ്ങൾ നോക്കൂ, ബറക്കത്ത് എവിടെ നിന്നാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ 5 നേരത്തെ ഫർദ് നിസ്കാരം
ഈ ഫർദ് നമസ്കാരത്തിന് റുക്നുകളുണ്ട്. 14 റുക്നുകളുണ്ട് നിസ്കാരത്തിന്. അതിലൊന്നാണത് നബിയുടെ മേലുള്ള സ്വലാത്ത്. അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ അവസാനത്തിൽ അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ നബിയുടെ മേലെ സ്വലാത്ത് കഴിയും. ആ സ്വലാത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എന്താ അർത്ഥം? അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് ബർക്കത്ത് ചെയ്യണേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിലും ബർക്കത്ത് ചെയ്യണേ. നബിയുടെ മുടിയിൽ ബർക്കത്ത് കൊടുക്കണേന്നല്ല, നബിയുടെ വിയർപ്പിൽ ബർക്കത്ത് കൊടുക്കണേന്നല്ല. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിനോടാ. അപ്പൊ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് ബർക്കത്ത് വേണോ? നിങ്ങളെ കുട്ടികളിൽ, നിങ്ങളെ സമ്പത്തിൽ, നിങ്ങളെ വീട്ടിൽ, ജീവിതത്തിൽ, ജോലിയിൽ, ഇതിലൊക്കെ ബർക്കത്ത് വേണോ? റബ്ബിനോട് തേടുക, അല്ലാതെ മുടി അന്വേഷിച്ചു പോകല്ല എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ മരണ വീട്ടിൽ പോകുന്ന സ്ത്രീകളുണ്ടല്ലോ, അവിടുത്തെ ആ പ്രാർത്ഥനയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഖുർആനൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം എന്താ പറയുക, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു സൗണ്ട് ബോക്സ് കൊണ്ടുവരും. ഒരുപക്ഷെ നിങ്ങൾ ഇടത്തനാട്ടുകാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒരു സൗണ്ട് ബോക്സ് കൊണ്ടൊരു മണിക്ക്. എന്നിട്ട് വൈകുന്നേരം 4 മണിക്ക് മരിച്ചാൽ പിറ്റേ ദിവസമായിരിക്കും മയ്യത്തെടുക്കുക. ആ ഒരു സൗണ്ട് ബോക്സും ഒരു മൈക്കും കൊണ്ടുവന്നിട്ട് ഒരു മുസ്ലിയാർ വരിക, അയാൾ അൽഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയും യാസീനും അവസാന സൂറത്തുകളൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് അയാൾ പോകുന്നു. പിന്നെ കുറച്ച് വേറെ മുസ്ലിയാർ വരുന്നു. ഇങ്ങനെ റിലേ ഓട്ടം പോലെ കുറേ മുസ്ലിയാക്കന്മാർ വരുന്നു, ദുആ ചെയ്യുന്നു. അവസാനം മയ്യത്ത് കുളിപ്പിച്ച് മയ്യത്ത് എടുക്കുമ്പോൾ വീണ്ടും ഒരു വലിയ ദുആലേക്ക് വന്നിട്ട്, ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആളുകൾക്ക് തോന്നും, ആ അതൊരു മരിച്ചു പോകല്ലേ, ദുആയല്ലേ, ഖുർആനല്ലേ, പറ്റുമോ? നാളെ നമ്മളെ നിങ്ങൾ നോക്കൂ, അതിൽ ശിർക്ക് വരുന്നുണ്ട്. എവിടെ ശിർക്ക് വരുന്നത്? ഇവർ പ്രാർത്ഥിക്കുന്നതേ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. മംഫുറമി എന്നൊക്കെ പറയും. മംഫുറമി എന്നർത്ഥം മംഫുറം തങ്ങളോടാണ്, മനസ്സിലായില്ലേ? അതുപോലെ എന്നൊക്കെ പറയും. അപ്പൊ അവർക്കെന്താണ്? അവരിലേക്കാണ് ഇബാദത്ത് പോകുന്നത്, ശ്രദ്ധിക്കണം. അപ്പൊ ശിർക്ക് വരുന്നുണ്ട്. ഇനി നബി പഠിപ്പിച്ചതാണത്. നബിന്റെ വീട്ടിൽ എത്ര ആൾ മരിച്ചു? നബി ജീവിക്കുമ്പോ നബിക്ക് എത്ര മക്കളാണ്? 7 മക്കളാണ്. അതിൽ 4 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. ഫാത്തിമ ഒഴികെ ബാക്കി 6 ആളുകൾ നബി ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ടു. എന്നിട്ട് ഇതുപോലെ ഒരു ദുആ നടത്തിയോ? അൽഫാത്തിഹ വിളിച്ചോ? ഇല്ല കൂട്ടരെ. നബിന്റെ വീട്ടിൽ മരിച്ചു എന്ന് മാത്രമല്ല, നബിന്റെ മക്കൾ, പേരമക്കൾ, അവര് മരിച്ചു. സ്വഹാബികള്, കൂട്ടുകാര്, അനുയായികൾ ആ സന്ദർഭത്തിലൊന്നും ഇങ്ങനെ നടത്തിയിട്ടില്ല. അപ്പോ ഈ പ്രാർത്ഥന, ഈ വെള്ളക്കുപ്പായത്ത് ഒരു പ്രത്യേക ഈണത്തിലും ഭാവത്തിലൊക്കെ ചൊല്ലുമ്പോ ആ വൈകാരികതയിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. അത് മാത്രമല്ല, അന്ന് മുതൽ 40 ദിവസം വരെ മൗലൂദാണ് ആ വീട്ടിൽ. 3-നും 7-നും 3 കണ്ണൂക്ക് എന്ന് പറയും. ഇപ്പോ ദിക്റിന് എന്ന് പറഞ്ഞാൽ വിളിക്കണം. അവിടെയൊക്കെ എന്താ? മങ്കൂസ് മൗലൂദാണ്. മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞാൽ അതിൽ നബിയോടുള്ള പ്രാർത്ഥനയാണ്. അതൊന്നും വിശദീകരിക്കാൻ സമയത്ത് ചുരുക്കി പറയാം. അങ്ങനെയാണ്. അതിൽ കാണാം, യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദ് മുൻജിൽ ഖലായിഖ മിൻ ജഹന്നമ ഫീ ഗദി. എന്താണ് അർത്ഥം? നബിക്ക് സ്വലാത്തും സലാമും നേരുന്നതിന് കൊണ്ട് മുൻജിൽ ഖലായിഖ, സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്നവനായ, സൃഷ്ടികളെ രക്ഷപ്പെടുന്നവനാണോ? ഫീ ജഹന്നമ മിൻ ജഹന്നമ ഫീ ഗദി, നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അങ്ങനെ സൃഷ്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവനാണോ മുത്തുനബി? അല്ല. നബി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ പ്രാർത്ഥിച്ചത്? നബിയുടെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന എന്താ? സൂറത്തുൽ ബഖറയുടെ 201-ാമത്തെ ആയത്ത്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വഖിനാ അദാബന്നാർ എന്നർത്ഥം ഞങ്ങൾ നരകത്തുനിന്നും രക്ഷിക്കണേ. നബി അതാണ് പ്രാർത്ഥിച്ചതാണ്. ഇവരോ നബിയോട് പ്രാർത്ഥിക്കാം. അപ്പൊ ശിർക്കും ബിദ്അത്തൊക്കെ ഇതിൽ വരിക, 3-ഉം 7-ഉം അടിയന്തരവും ഒക്കെ. പിന്നെ അതിന് പുറമെ ഇപ്പോൾ ഖബറിന്റെ അടുത്ത് പോയാൽ മുമ്പൊക്കെ തൽഖീൻ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാത്രമല്ല, തബാറക്ക, അവിടെ നിന്ന് തബാറക്ക ഓതുക, അങ്ങനെ ഒരുപാട് ദുരാചാരങ്ങൾ. അപ്പൊ ഇതൊന്നും കേൾക്കുമ്പോ ഇനി നിങ്ങളെ അയലോക്കത്തായിരുന്നു അല്ലെങ്കിൽ ബന്ധുവായിരുന്നു. അപ്പൊ ഈ കണ്ണോക്കിനും അടിയന്തരത്തിന് പോകാൻ പറ്റുമോ?
പോകാൻ പാടില്ല. എന്താ കാരണം? അവരോട് വെറുപ്പായിട്ടാണല്ല, ശിർക്കിന്റെ വിദഅത്തിന്റെ ഒരു കാര്യത്തിലും നമ്മൾ സഹകരിച്ചുകൂടാ. അതാണ്. അതുപോലെ തന്നെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള ദുആ, അതൊന്നും പാടില്ല. നിങ്ങൾ ഖുർആനിൽ എത്ര പ്രാർത്ഥന ഉണ്ട്? ഖുർആനിൽ ഒരു 10 പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് പറയാൻ കഴിയും. നൂറോളം പ്രാർത്ഥനകൾ കാണാം. അതിലൊന്നും ഏതെങ്കിലും നബിമാരുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന ഇല്ല. അപ്പൊ അങ്ങനെ ചെയ്തുകൂടാ. മറ്റൊന്ന്, ഈ ജിന്ന് കൂടുക എന്നുള്ള ഒരു ഇതുണ്ട്. ജിന്ന് കൂടുവോ? ജിന്ന് കൂടൂല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താ തെളിവ് വെച്ച് നിങ്ങൾ എന്താ പറയാ? 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം, അതിന്റെ 22-ാമത്തെ ആയത്ത്. അതിൽ കാണാം, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും വിധിഭാഗപ്പെട്ടാൽ പിശാച് പറയും, നിശ്ചയം അല്ലാഹു നിങ്ങളോട് സത്യവാഗ്ദാനം നടത്തി. പിശാച് പറയണം, ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. എന്നിട്ട് ഞാൻ നിങ്ങളോട് അത് ലംഘിച്ചു. പിശാച് നാളെ പരലോകത്ത് സ്വർഗവാസികൾ സ്വർഗത്തിൽ പോയി, നരകവാസികൾ നരകത്തിൽ പോയി, അവിടെ വെച്ച് പറയാ, നിങ്ങളുടെ മേലെ എനിക്കൊരു അധികാരം ഉണ്ടായിരുന്നില്ല, ഇല്ല അൻദഅഉതുകും, ഞാൻ നിങ്ങളെ ക്ഷണിക്കല്ലാതെ തിന്മയിലേക്ക്, ശിർക്കിലേക്ക്, വിദഅത്തിലേക്ക്, ഹറാമിലേക്ക്, അധർമ്മങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കല്ലാതെ, അത് തോന്നിപ്പിക്കല്ലാതെ ഒരധികാരവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് പിശാചിനെ പറയാണ്. ഖുർആനിലായിട്ടാണ്. എന്നിട്ട് ഇവര് പറയാണ്, അല്ല, പിശാചിന് മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറാൻ കഴിയും, എന്നിട്ട് രോഗം ഉണ്ടാകും, അപര്യണം. പിശാച് കയറി കഴിഞ്ഞാൽ അടിച്ചിറക്കണം. ആരെ അടിക്കണം? പോലീസ് അടിച്ചാൽ പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? അന്ന് പ്രത്യേകം പരിശീലനം നൽകപ്പെട്ട മൗലവിമാർ വേണം. മനസ്സിലായോ? ഇതൊക്കെ എന്താണ്? ഖുർആൻ വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്, സംസ്കാര ശൂന്യമാണ്. ഇങ്ങനെ ഒരുപാട് സംഗതികൾ, പിന്നെ പരലോകം നഷ്ടപ്പെടുന്ന വിശ്വാസ വൈകല്യങ്ങളുണ്ട്. അതൊക്കെ ഇനിയും ഒരുപാട് പറയാനുണ്ട്. സമയദൈർഘ്യം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, എപ്പോഴും തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക. മുത്തുനബിയോട് എന്താണെന്ന് പറഞ്ഞത്? കുൽ, പറയുക പ്രവാചകരെ, ഇന്നമാ അദ്ഉ റബ്ബി. ഇന്നമാന്ന് പറഞ്ഞർത്ഥം അറിയാം, തീർച്ചയായും മാത്രമാണെന്നാണ്. പിന്നീട് പറയുന്നതിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടാണ്. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനിൽ യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല. കണ്ടോ നിങ്ങൾ? ആ തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അതാണ് KNM മർകസ് ദഅവയുടെ ഒന്നാമത്തെ പ്രത്യേകത. സഹോദരിമാരെ, പരലോക വിശ്വാസം നമ്മുടെ മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പണം. എപ്പോഴും മരണചിന്തയുണ്ടാവണം. ഞാൻ മരിക്കും. നമ്മളൊക്കെ നിസ്സാരന്മാരാണ്, നമുക്കൊന്നും ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾക്കറിയോ, നമ്മുടെ ഞാൻ താമസിക്കുന്ന ഈ കൊടക്കാട് എന്ന് പറയുന്ന പ്രദേശത്തെ നമ്മുടെ 4-5 വീട് അപ്പുറത്തൊരു കുടുംബം ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ 2-3 മാസം മുമ്പ് അവിടെ മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ വെച്ച് എന്നെ കൺമുട്ടിയപ്പോൾ സംസാരിച്ചു. ഒരുപാട് കാലത്ത് പരിചയം അയൽവാസികളാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പോൾ അടുത്ത ദിവസം അറിഞ്ഞു അദ്ദേഹം ക്യാൻസർ ബാധിതനാണ്. ഞാൻ നമ്മുടെ ഹംസ മാഷൊക്കെ അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. മൂക്കിലൊക്കെ വയറിട്ട്, അതുപോലെ മലമൂത്ര വിസർജനത്തിന് ഒക്കെ വയറിട്ട്, വളരെ പ്രയാസത്തിലാണ് മനുഷ്യൻ്റെ അവസ്ഥ. പഠിച്ച റബ്ബ് എല്ലാവിധ ആപത്തും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരിക്കും, അവിടെ പരലോകമുണ്ട്, അവിടെ വിചാരണയുണ്ട്, നരകമുണ്ട്, സ്വർഗ്ഗമുണ്ട്, അവിടെ എല്ലാ സംഗതികൾക്കും കണക്ക് പറയേണ്ടി വരും എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. പരലോകം എന്ന് പറഞ്ഞാൽ യൗമുൽ ഹിസാബ്, വിചാരണയുടെ ദിവസമാണത്. വിചാരണയാണ് അവിടെ. എന്ത് ചെയ്തു? നിന്റെ യുവത്വം എങ്ങനെ ചെലവഴിച്ചു? കൃത്യമായി നമസ്കരിച്ചോ? കൃത്യമായിട്ട് അള്ളാഹുക്കുള്ള ഹക്കുകൾ നൽകിയോ? മറ്റുള്ള ഹക്കുകൾ നിർവഹിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഭർത്താവോ, മക്കളോ, മാതാപിതാക്കളോ, ഫ്രണ്ട്സോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കാര്യത്തിൽ നമ്മൾ തന്നെ ഉത്തരം പറയണം. പടച്ച റബ്ബ് ആ പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു കാര്യം കൂടെ പറയുമുള്ളവരെ, നിങ്ങൾ കണ്ടു കാണും, ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് UAE ജോലി ചെയ്തുകൊണ്ടിരുന്ന മുഹമ്മദ് നിസാർ എന്ന് പറയുന്ന ഒരു നമ്മുടെ അബൂബക്കർ കാരക്കുന്ന് എന്ന് പറഞ്ഞ നമ്മുടെ ISMന്റെ മുൻ പ്രസിഡന്റായിരുന്നു. അദ്ദേഹം തന്നെ 44 വയസ്സിൽ മരണപ്പെട്ടു പോയി.
അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളാണല്ലോ, സഫ മറുവ എന്നൊക്കെ പറയല്. മൂത്ത കുട്ടിയെ കല്യാണം കഴിച്ച നിസാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഞാൻ നേരിൽ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഒരു 10-20 കൊല്ലമായിട്ട് എനിക്കറിയാം. അദ്ദേഹം ഈ നമ്മുടെ ക്ലാസ് റൂമിലൂടെ അന്ന് മുതൽ ഒരുപാട് കാലം തന്നെ പരിചയമുണ്ട്, സംസാരിക്കും, സംശയങ്ങൾ ചോദിക്കും. അതുപോലെ നമ്മൾ വല്ല സംഭാവനയൊക്കെ പള്ളിക്കോ മറ്റൊക്കെ സംഭാവന ചോദിച്ചാൽ തരും. സുബ്ഹാനല്ലാഹ്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, തൗഹീദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു 33-34 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർ ഉസ്ബെക്കിസ്ഥാനിലേക്ക് കുടുംബവും മറ്റൊക്കെ ആയിട്ട് യാത്ര പോയി. അവിടെ നിന്ന് തണുപ്പ്, അങ്ങനെ പനി ഉണ്ടായി. ആ പനിയിൽ അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പടച്ചിറപ്പ് നമുക്കൊക്കെ ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അതോടൊപ്പം ഈ മരണപ്പെട്ടു പോയ സഹോദരനെ, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സഹോദരങ്ങൾക്ക്, ഈമാനോടുകൂടെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت